SFI ഗുണ്ടകളെ ഇറക്കി CPIM നടത്തുന്ന ആക്രമണങ്ങൾക്ക് പൂട്ടിടാൻ ഇവിടെ ഒരു പോലീസുകാരനുമില്ല എന്ന് ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പലപ്പോഴും ആക്രമണങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന പോലീസിനെയാണ് കാണാൻ കഴിയുന്നത്. ഗവർണർക്കെതിരെ സമരമെന്ന പുകമറയുണ്ടാക്കി KSUക്കാരെ തല്ലിച്ചതച്ചും അടിച്ചും നടത്തിയ SFI ഗുണ്ടകളുടെ തേരോട്ടത്തിന് നേരെ ആക്രോശിച്ചുകൊണ്ടാണ് സതീശൻ എത്തുന്നത്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്നും ജനങ്ങളെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള സമരമാണ് SFI നടത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു വെക്കുകയാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇന്നലെ സമരം എന്ന പേരിൽ സംസ്ഥാനത്തെ യൂണിവേഴ്സിറ്റികളിൽ SFI നടത്തിയത് ഗുണ്ടായിസം. ആ ഗുണ്ടായിസത്തിന് സർക്കാരും പോലീസും എന്തിനു വേണ്ടി ആർക്കെതിരായിട്ടാണ് ഇന്നലെ സമരം നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ തടസ്സപ്പെടുത്തി അവിടെ ഉള്ള ജീവനക്കാരെ പലരെയും മർദ്ദിച്ച് അവിടെ പല ആവശ്യങ്ങൾക്കും വന്ന വിദ്യാർത്ഥികളെ മർദ്ദിച്ച് മുഴുവൻ തികഞ്ഞ ഗുണ്ടായിസമായിരുന്നു. പോലീസ് അതിന് കൂട്ടുനിൽക്കുക. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുന്ന UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് തലക്കടിക്കുന്ന പോലീസും SFI പ്രവർത്തകർക്ക് ഗുണ്ടായിസം കാണിക്കാൻ കുടപിടിക്കുന്ന പോലീസും, ഈ രണ്ട് പോലീസിനെയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കേരളം കാണുന്നത്. CPM നേതാക്കന്മാർ SFI നിയന്ത്രിക്കണം. കാരണം ആർക്കെതിരായിട്ടാണ് അവർ സമരം നടത്തിയത്? എന്താണ് ഈ സമരാഭാസം? എന്തിന്റെ പേരിലാണ് ഇത് നടത്തിയത്? യൂണിവേഴ്സിറ്റികളിലേക്ക് ഇരച്ചു കയറി നടത്തിയ ഈ സമരം നമുക്കറിയാലോ. അക്കാഡമിക് രംഗത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിൽ സ്ഥിരം VC-മാരില്ല. അവിടെ മുഴുവൻ സിൻഡിക്കേറ്റും VC-മാരും തമ്മിൽ, താൽക്കാലിക VC-മാരും തമ്മിൽ ഭയങ്കരമായ പ്രശ്നമാണ്. കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് ഇരകളായി മാറുന്നത്. വിദ്യാഭ്യാസം തന്നെ തകരുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അക്കാഡമിക് മൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയാണ്. നിസാര കാര്യത്തിന് വേണ്ടി ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടുന്നതിന്റെ ആകുന്നത് ഈ കേരളത്തിലെ കുഞ്ഞുങ്ങളാണ്. അത് അവസാനിപ്പിക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കാതെ പാർട്ടി സെക്രട്ടറി തന്നെ പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഈ സമരാഭാസത്തിന് പിന്തുണ കൊടുക്കുകയാണ്. എന്തിനാണ് കേരളത്തിലെ പോലീസ് ഈ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഇത്രയും വലിയ വൃത്തികേട് ഇവര് കാണിച്ചിട്ട് വടി വാങ്ങിച്ച്, പോലീസിന്റെ വടി വാങ്ങിച്ച് പോലീസിനെ തല്ലുക. അത് നോക്കിയിരിക്കുകയാണ് 100 പോലീസ്. നാണക്കേട്. കേരളത്തിലെ അഭിമാനമായിരുന്നു കേരളത്തിലെ പോലീസ്. നാണക്കേടായി കേരളത്തിലെ പോലീസ് മാറിയിരിക്കുകയാണ് ഈ ഗുണ്ടകളെ നിയന്ത്രിക്കാൻ പറ്റാതെ. ഇത് അവസാനിപ്പിച്ചേ മതിയാവും. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ തകർത്ത് കുഞ്ഞുങ്ങളുടെ ഭാവി തകർക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല. ഇത് തുടരാൻ പാടില്ല. ഇത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇത് വഴിതിരിച്ചു വിടാൻ വേണ്ടിയുള്ള സമരമാണ്. ആരോഗ്യ മേഖലയിലുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അതാണ് ആരോഗ്യ കേരളം പിന്നിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞ ഞങ്ങൾ സമരം. ഇവർക്കിപ്പോ സമരം ചെയ്യാൻ പാടില്ല. സമരം കണ്ട പുച്ഛമാണ്. മന്ത്രിമാരെ ഒറ്റപ്പെടുത്തി സമരം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ KM മാണിക്കെതിരെ നടത്തിയ സമരം എന്തായിരുന്നു? ബജറ്റ് അവതരിപ്പിക്കാൻ ചെയ്യാൻ സമ്മതിക്കാതെ നടത്തിയ സമരം എന്താ? കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ മുഴുവൻ വഴിയിൽ തടഞ്ഞത് ഇന്ത്യയിൽ ആദ്യമായിട്ട് CPM ആണ് കേരളത്തിൽ ചെയ്തത്. ഇപ്പൊ അവർക്ക് സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവർക്ക് താക്കീതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, പ്രതിപക്ഷ നേതാക്കന്മാര് റോട്ടിലിറങ്ങില്ല, അവർക്ക് വീടൊന്നും ഓർക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്ക് അവരോട് ഞങ്ങൾ പേടിച്ചു അവര് പറഞ്ഞ കേട്ടിട്ട്, ഈ മന്ത്രിമാര് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ തെരുവിലിറങ്ങാതെ വീട്ടിനകത്ത് അടച്ചുപൂട്ടിയിരിപ്പാണ്, ഞങ്ങൾ പേടിച്ചു എന്ന് പറഞ്ഞേക്കാം. എന്താണെന്ന് വിചാരിച്ചത് ഇവര്? ഇവര് ഏത് ലോകത്തെ? ഇവര് മുതലാളിമാരാണ്. മുതലാളിത്ത സ്വഭാവമാണ് മന്ത്രിമാർക്ക്, CPM നേതാക്കന്മാർക്ക്. തൊഴിലാളികളെ പുച്ഛമാണ്, ആശാസമരത്തെ പുച്ഛമാണ്, സമരം ചെയ്യുന്നവരെ പുച്ഛമാണ്. എന്നിട്ട് ഇവരുടെ ആവാസ സമരമാണ് അതിന് പകരം നടത്തുന്നത്. ഇത് അവസാനിപ്പിച്ചാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് ഇങ്ങനെയാണോ സമരം ചെയ്യേണ്ടത്? ഇങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? യൂണിവേഴ്സിറ്റികളുടെ പ്രവർത്തനം മുഴുവൻ അലങ്കോലമാക്കി അവിടെ ഇരച്ചു കയറി ഏത് കാലത്ത് ഇങ്ങനെ ഒരു സമരം നടന്നിരിക്കുന്നത്? ആ യൂണിവേഴ്സിറ്റികളുടെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ബാധ്യത പോലീസിനില്ലേ? പോലീസ് നോക്കിയിരിക്കുമ്പോൾ ഇതുപോലെ വൃത്തികേട് നടന്നത്. യൂണിവേഴ്സിറ്റി ജീവനക്കാരെ എന്തിനാ തല്ലിയത്? ഗവർണർക്കെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരെ തല്ലാം, അവിടെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വന്ന കുട്ടികളെ തല്ലാം. ഗവർണർക്കെതിരായ സമരമാണോ അതോ ഗുണ്ടായിസമാണോ നടന്നത്? ഗുണ്ടായിസമാണ് നടന്നത്. ഗുണ്ടായിസം. ജീവനക്കാരെ തല്ലി, വിദ്യാർത്ഥികളെ തല്ലിയിട്ടാണ് ഗവർണർക്കെതിരായി സമരം ചെയ്യുന്നത്. രാജ്ഭവനിലേക്ക് സമരം ചെയ്യും.
രാജ്ഭവനിലേക്ക് തൊഴിൽ മേഖല സമരം ചെയ്യും. സംരക്ഷിക്കാനുള്ള നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടത് സർക്കാരിനെ ആ കാര്യത്തിൽ ഞാൻ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതിപ്പോ അവരൊരു ചാരകേസി പ്രതിയാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ ഇങ്ങോട്ട് കൊണ്ടുപോകും. ഞാൻ ടൂറിസം വകുപ്പിനെ ടൂറിസം മന്ത്രിയെ കുറ്റപ്പെടുത്തില്ല. അറിഞ്ഞുകൊണ്ട് ഒരാൾ കൊണ്ടുവരില്ല. നമ്മൾ കൊണ്ടുവന്ന ഒരാള് കുറച്ചാൾ കഴിയുമ്പോ ചാര പ്രവൃത്തി നടത്തി എന്ന് പറഞ്ഞാൽ അതിനിപ്പോ നമ്മൾ കുറ്റക്കാരാവോ? ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു നമ്മുടെ കൂടെ നിന്ന് എത്ര പേര് ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുക്കണ നാളെ വല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാം കൂടി വൈകിട്ട് ചൂണ്ടിട്ട് എന്റെ അടുത്തേക്ക് വരാം. അത്രയുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷം എതിർക്കേണ്ട സ്ഥലം ഞങ്ങൾക്കറിയാം. അതിനെ ഞങ്ങൾ എതിർക്കും. ആവശ്യമില്ലാത്ത കാര്യം